പ്രവാസലോകത്തെ വാർത്തകൾ. ദുബായ് മെട്രോയുടെ ഭാഗമായ ബ്ലൂ ലൈൻ തുരങ്ക നിർമ്മാണം ആരംഭിച്ചു. 2029 സർവീസ് തുടങ്ങാനാണ് പദ്ധതി. ദുബായ് മെട്രോയുടെ സുപ്രധാന നാഴികക്കല്ലായി ബ്ലൂ ലൈൻ തുരങ്ക നിർമ്മാണത്തിന് തുടക്കമായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അൽ ബുഗൈഷ എന്ന് പേരിട്ടിരിക്കുന്ന കൂറ്റൻ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് റോഡ് ഗതാഗത അതോറിറ്റി തുരങ്കം നിർമ്മിക്കുന്നത്. 30 കിലോമീറ്റർ നീളമുള്ള ബ്ലൂ ലൈനിൽ 14.5 കിലോമീറ്റർ പാത ആകാശപാലങ്ങളിലൂടെയും 15.5 കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെയുമാണ് കടന്നുപോകുന്നത്. ദുബായ് വിമാനത്താവളത്തെ 9ഓളം പ്രധാന കേന്ദ്രങ്ങളുമായി ഇത് നേരിട്ട് ബന്ധിപ്പിക്കും. റെഡ് ലൈനുമായി സെന്റർ പോയിന്റിലും ഗ്രീൻ ലൈനുമായി ക്രീക്ക് സ്റ്റേഷനിലും ബ്ലൂ ലൈൻ സംഗമിക്കും. 2029 സെപ്റ്റംബർ 9 പദ്ധതി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. നിലവിൽ പദ്ധതിയുടെ 20% ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. ബ്ലൂ ലൈൻ നിലവിൽ വരുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽ 20% കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തായ്ലൻഡ് യാത്രയ്ക്ക് ഇനി മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയേക്കും. രാജ്യത്തെത്തുന്ന വിദേശ സന്ദർശകർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് നീക്കം. രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വിദേശ സന്ദർശകർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നത്. കൂടാതെ വിദേശികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതോടെ ആശുപത്രികൾക്ക് വരുന്ന വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനും തായ്ലൻഡ് ലക്ഷ്യമിടുന്നു. വിനോദസഞ്ചാരികൾ, തൊഴിലാളികൾ, ഹ്രസ്വകാല അതിർത്തി കടന്നുള്ള സന്ദർശകർ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നത് ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിർത്തി പ്രദേശങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന വിദേശികളുടെ എണ്ണം കൂടുതലാണെന്നും അവിടുത്തെ ആശുപത്രികളിൽ പ്രതിസന്ധി രൂക്ഷമാണെന്നും പറയുന്നു. പുതിയ നിയമം നടപ്പിലാക്കുമ്പോൾ സഞ്ചാരികളുടെ രാജ്യത്തേക്കുള്ള വരവ് കുറയുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ലഭ്യമാവുന്ന പ്രത്യേക ഇൻഷുറൻസ് പാക്കേജുകൾ അവതരിപ്പിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനും ആരോഗ്യരംഗത്തെ സേവനങ്ങൾ കൂടുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇൻഷുറൻസ് തുക എത്രയായിരിക്കുമെന്ന് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.